Hello friends, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 3D പ്രിന്റിംഗ് ട്യൂട്ടോറിയൽ പാർട്ട് 2 ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് അതിന്റെ ബേസിക് ഇൻഫർമേഷൻ 3D പ്രിന്റിംഗിന്റെ ബേസിക് ഇൻഫർമേഷൻ ഒക്കെ അടങ്ങിയ ഒരു വീഡിയോ ആയിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പോയി കാണുക. അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സോഫ്റ്റ്വെയർ പാർട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് 3D പ്രിന്റർ മോഡൽ ചെയ്യുക, അതെങ്ങനെ 3D പ്രിന്ററിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ട്യൂട്ടോറിയൽ വരുന്നത്. അപ്പോൾ അതിന്റെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാർഡ്വെയർ പാർട്ടാണ്. ഇംപ്ലിമെന്റ് ചെയ്ത് എങ്ങനെയാണ് 3D പ്രിന്ററിൽ പക്കയായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക, എങ്ങനെ നല്ല എഫിഷ്യന്റ് ആയിട്ട് നല്ല മണിമുത്ത് പോലത്തെ 3D പ്രിന്റ് കിട്ടും നല്ല ട്യൂട്ടോറിയലൊക്കെയാണ് തേർഡ് പാർട്ടിൽ വരുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ സെക്കൻഡ് പാർട്ടിലോട്ട് കിടക്കാം. ലോഗോ മോനെ വാടാ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മോഡൽ ചെയ്യാൻ പോകുന്നത് ഒരു ഫോണിൻ്റെ ഹോൾഡറാണ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഫോണ് അതിൻ്റെ ഹോൾഡറാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഡിസൈൻ ചെയ്തതാണ്. വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഫോണിൻ്റെ USB പോർട്ട് താഴെയാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മോഡലിംഗ് സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്, സ്ലൈസർ സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് സ്ലൈസർ സോഫ്റ്റ്വെയർ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന അൾട്ടിമേക്കർ ക്യൂറ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്യൂറ സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫ്യൂഷൻ 360 എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആക്ച്വലി ഫ്രീ അല്ല, പക്ഷെ നമ്മൾ സ്റ്റുഡൻറ്റ് വേർഷൻ എടുത്തു കഴിഞ്ഞാൽ 3 വർഷം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം സ്റ്റുഡൻറ്റ് വേർഷൻ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നേരെ കാണാം. അതാണ് ഞാൻ പറയാൻ പോയ ടിപ്പ്. നിങ്ങൾക്ക് 3 വർഷം ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് നേരെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ PC യിൽ വന്നു കഴിയുമ്പോൾ എന്താ പറയുക, നമുക്ക് ജസ്റ്റ് ക്രോമിൽ ബ്രൗസറിൽ കയറുക. ക്രോം ബ്രൗസറിൽ കയറി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ബ്രൗസറിൽ കയറുക. അത് ഞാനൊരു ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് ഫ്യൂഷൻ 360 ലിങ്ക് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ഡയറക്റ്റ്ലി അങ്ങോട്ട് കയറുക. അപ്പോൾ ഫ്യൂഷൻ 360 ഓട്ടോഡെസ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അപ്പോൾ അതിനകത്ത് ഇതാണ്, ഇവിടെയാണ് നമ്മൾ ഇതുണ്ട്. ഇതും എല്ലാ മോഡലിങ്ങിനും CNC കട്ടിങ്ങിനൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. മെഷീൻ പാർട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പ്രൊഫഷണലായിട്ട്. അപ്പം നമുക്ക് ജസ്റ്റ് നമ്മളൊരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ബിഗിനർ ആയതുകൊണ്ട് ഒരു ഒറ്റ പേഴ്സൺ നമ്മുടെ ഫ്രീലാൻസിങ്ങിനോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ആവശ്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കിത് ഫ്രീ വേർഷനായിട്ട് കിട്ടും. അപ്പോൾ സ്റ്റുഡൻറ്റ്സ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് വേർഷനിൽ ലോഗിൻ ചെയ്യാം. അപ്പം ജസ്റ്റ് ഗെറ്റ് ഫ്യൂഷൻ 360 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ഒരു ഐക്കൺ കാണാം. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് അടുത്തൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ ആ ഒരു മിനിറ്റിൽ നമുക്ക് താഴോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ സൈൻ ഇൻ കാണാം, അല്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് കാണാം. അപ്പോൾ നമുക്ക് അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഐക്കൺ കളറിലായിട്ട് വരും, യെല്ലോ കളറിൽ വരും നമുക്ക്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്താ പറയുക, ഈ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അത്രേ ഉള്ളൂ ഫ്യൂഷൻ 360 ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലൈസിങ് സോഫ്റ്റ്വെയറായ ക്യൂറ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. അതിന് ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പുതിയ വിൻഡോ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ ഞാൻ ക്യൂറയുടെ ലിങ്ക് ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഡയറക്റ്റായിട്ട് ക്യൂറയുടെ ഡൗൺലോഡിങ് പേജിലോട്ട് പോകും. എൻ്റെ ലാപ്പിന് ഇച്ചിരി സീനുകളുണ്ട്. അപ്പോൾ ഇതാണ് സോഫ്റ്റ് തീം. അപ്പം അതേപോലെ തന്നെ ഡൗൺലോഡ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ക്യൂറ, ഒരു 3D പ്രിൻറ്റിംഗ് കമ്പനി തന്നെയാണ്. അവരുടെ ഒരു ഓപ്പൺ സോഴ്സ് ആണ് ഇത്. അതുപോലെ തന്നെ നമുക്കിത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് ചോദിക്കുക. അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഡൗൺലോഡ് നൗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോട്ട് ഇത് ഡൗൺലോഡ് ആകുന്ന, അല്ല നമ്മുടെ PC യിലോട്ട് ഇത് ഡൗൺലോഡ് ആകുന്നതാണ്. ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്യൂറയുടെ ഐക്കൺ, അതേപോലെ തന്നെ ഇതാണ് ഫ്യൂഷൻ്റെ ഐക്കൺ. ഇത് രണ്ടും ജസ്റ്റ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമുക്ക് ഫ്യൂഷൻ തുറക്കാം. ഓക്കെ, ഫ്യൂഷൻ 360 തുറന്നു കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ മോഡലിംഗ് സോഫ്റ്റ്വെയർ മോഡൽ ചെയ്യുന്ന ഇതിനകത്താണ്. അപ്പോൾ ഇത് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരിക. ഒരു ബ്രൗസർ വിൻഡോ ഇവിടെ കാണും. ബ്രൗസർ വിൻഡോ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ 3D മോഡൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് കാണുന്നൊരു പിവറ്റ് പോയിന്റ് വെച്ച് നമുക്ക് കാണുന്ന സാധനം നമ്മുടെ ഹോം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ടൂൾ ഇത് വരുന്നത്. ഇവിടെ നമുക്ക് സോളിഡ്, സർഫസ്, മെറ്റൽ ഷീറ്റ്, അതേപോലെ തന്നെ ടൂൾസ് എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഒരു മോഡൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മുടെ ഫോണിൻ്റെ ഹോൾഡറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫോണിൻ്റെ ഹോൾഡർ ഞാൻ ഓൾറെഡി അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ അളവൊക്കെ ഞാനൊരു സ്കെയിൽ ഉപയോഗിച്ച് എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് നമുക്ക് നേരെ ഡയറക്റ്റ് ക്രിയേറ്റ് എ സ്കെച്ച് കൊടുക്കുക. ക്രിയേറ്റ് സ്കെച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഇത് ഒരു മൂന്ന് പ്ലെയിൻ നമ്മളെ കാണിക്കുക. ഏത് പ്ലെയിനിലാണ് ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഈ ഒരു പ്ലെയിൻ നമുക്ക് ചൂസ് ചെയ്യാം. ഇഷ്ടമുള്ള പ്ലെയിൻ നമ്മൾ ചൂസ് ചെയ്യാം. കാരണം ഇത് വലിയ കോംപ്ലക്സ് വർക്കൊന്നുമില്ല, സിമ്പിൾ പ്രോജക്റ്റ് ആണ്. ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ
ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഇത് മാറി പുതിയൊരു സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇത് കിട്ടും. നമ്മൾ ആദ്യം 2D ഡ്രോയിങ് വരച്ച ശേഷം 2Dനെ 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യണം ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് 2D പ്ലാറ്റ്ഫോമാണിത്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. മെഷർമെൻറ്റ് അറിയാവുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ തന്നെ ചെയ്യാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ലൈൻ ടൂളാണ്. ഈ ലൈൻ ടൂൾ ഞാൻ ക്ലിക്ക് ചെയ്യുക. ഒന്നെങ്കിൽ ലൈൻ ടൂൾ നോക്കി അല്ലെങ്കിൽ എല്ലാം അടിച്ച് കഴിഞ്ഞാൽ ലൈൻ ടൂൾ വരും. ജസ്റ്റ് നമുക്ക് എത്രയാണ് വേണ്ടത്? ഞാനൊരു 10 സെൻറ്റിമീറ്ററാണ്. ജസ്റ്റ് 10 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കുക. അതായത് 100 മില്ലിമീറ്റർ. അപ്പോൾ ഇത് മില്ലിമീറ്ററിലാണ് ഇതിൻ്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം 10 സെൻറ്റിമീറ്റർ ഒരു ലൈൻ വന്നു. നമുക്ക് അടുത്ത ലൈന് നമുക്ക് അതും 10 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പം 100 അടിച്ച് കഴിയുമ്പോൾ 100 വന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ലൈനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കങ്ങോട്ട് ഒരു 70 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. നമുക്കൊരു 70 സെൻറ്റിമീറ്റർ വെക്കുന്നു. ഓക്കെ അടിക്കും. അപ്പോൾ നമുക്കിത് 3 ലൈൻ വരച്ചെങ്കിലും കുറച്ച് ഡയമെൻഷനൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ഷോ ഡയമെൻഷൻ എന്നുള്ളത് അണ്ടിക്ക് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ വര മാത്രം കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നല്ലൊരു ലുക്ക് വരുന്ന പോലെ അങ്ങ് വെക്കാം. ഓക്കെ, ഫോൺ ഹോൾഡർ ഇങ്ങനെ അങ്ങ് ഇരിക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ജസ്റ്റ് ലൈൻ എടുത്ത ശേഷം നമുക്ക് ഫോണിവിടെ ക്ലിപ്പായി വയ്ക്കണ്ടേ. ജസ്റ്റ് എൻ്റെ ഫോണിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററാണ്. അപ്പം 1.2 നോക്കാം. 1.2 mm വെച്ചു 12 കൊടുത്തു. അപ്പോൾ അതേപോലെ തന്നെ ഒരു ലൈനും കൂടെ വരയ്ക്കാം. ഒരു 5 mm കൊടുത്ത് ഒരു ഗ്രിപ്പ് ഒരു പിടുത്തത്തിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ഡ്രോയിങ് ഇത്രയും വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കതിനെ ഇവിടെ ഉണ്ട് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. നമുക്ക് ജസ്റ്റ് ഓഫ്സെറ്റ് ക്ലിക്ക് ചെയ്യാം. ഓഫ്സെറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ ലൈന് നമ്മൾ ഡ്രോ ചെയ്ത ലൈനെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഓഫ്സെറ്റ് എന്ന് പറയുമ്പോൾ കാണാൻ വേണ്ടി കണ്ടോ ഒരു വരയുടെ പുറത്തുകൂടെ ഒരു മറ്റൊരു വരയാണ്. അപ്പം ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൈൻ നമ്മൾ വരച്ച ലൈൻ സെലക്ട് ചെയ്തപ്പം അതിന് പുറത്തുകൂടെ ഒരു ലൈൻ കണ്ടോ ഇങ്ങോട്ട് മാറ്റി നടിച്ചത് വലുതാൻ ചെറുതായും കാണാം. അപ്പം നമുക്ക് ജസ്റ്റ് നമുക്കിൻ്റെ വിഡ്ത്താണ് തിക്നെസ് നമുക്കൊരു 5 കൊടുക്കാം. 5 ക്ലിക്ക് ചെയ്തപ്പോഴേക്കും വന്നു. അപ്പം നമുക്ക് നമ്മൾ വരച്ച ഡ്രോയിങ്ങിൻ്റെ കൂടെ മറ്റൊരു ഡ്രോയിങ് കൂടെ കിട്ടി. ഔട്ടർ ലെയർ കിട്ടി. അപ്പോൾ നമുക്കിനി ഇത് എന്താണ്, ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് അല്ല, ഓപ്പൺ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ലൈൻ ഉപയോഗിച്ച് നമുക്കിതൊന്ന് കൂട്ടിമുട്ടിക്കാം, ജോയിൻ ചെയ്യാം. ഈ പോയിൻറ്റ് അതേപോലെ തന്നെ ഈ പോയിൻറ്റ്. ഓക്കെ, കൂട്ടിമുട്ടിയപ്പോഴേക്കും നമുക്കതൊരു കളർ ചേഞ്ച് നമുക്കിതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഒരു ബ്ലൂ കളർ നമുക്ക് ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോഴാണ് നമ്മൾ വരച്ച ഡ്രോയിങ് ഇത്രയാണ്. അപ്പോൾ നമുക്കിനി നേരെ ഡ്രോയിങ് കഴിഞ്ഞു, 2D ഡ്രോയിങ് കഴിഞ്ഞ് നമുക്ക് 3D മോഡലിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ സോളിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സോളിഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞാൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലിഞ്ഞ് കിട്ടും. ആ ഒരു പോർഷൻ എക്സ്പോസ് ചെയ്ത് കിട്ടും. അപ്പോൾ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം എന്താ പറയുക, അത് ഈ ഒരു പോർട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഹോം അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഉണ്ടോ ഒരു ഓപ്ഷൻ വലിക്കുക, ഡ്രാഗ് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ഇതേ പിടിച്ച് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് അല്ലെങ്കിൽ എങ്ങോട്ട് ഡ്രാഗ് ചെയ്താലും അത് നമുക്ക് അതേപോലെ എക്സ്ട്രൂഡായി വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് എൻ്റെ ഫോണിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 80 ആണ്. നമുക്കത് 80 സെൻറ്റിമീറ്റർ കൊടുക്കും. ഇവിടെ 70 ആണ് ഇപ്പോൾ ഉള്ളത്. 8 സെൻറ്റിമീറ്റർ, അതായത് 80 മില്ലിമീറ്റർ. ഓക്കെ ഫൈൻ. അപ്പം സിമ്പിളായിട്ടുള്ളൊരു ഫോൺ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഭയങ്കര ഷാർപ്പ് എഡ്ജായിട്ട് നമുക്ക് ഇത് സ്മൂത്ത് അടിക്കാം. ഇതൊക്കെ ഷാർപ്പാണ്. നമ്മുടെ കയ്യിലൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഈ എഡ്ജസ് ഒക്കെ ഒന്ന് സ്മൂത്ത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു ഉള്ളിൽ ഇന്നർ കോർണർ നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇന്നർ കോർണർ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, കൺട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഷിഫ്റ്റ് അടിച്ച് സ്ക്രോളിങ്ങിൻ്റെ ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കറക്കി ഇങ്ങനെ മോഡൽ പല രൂപത്തിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതെടുത്ത ശേഷം ഇതുണ്ട് ഈ ഒരു ചിഹ്നം കണ്ട് നമുക്ക് മൂലയൊന്ന് ഉരുട്ടിയെടുക്കുന്ന ടൂളാണത്. ഫില്ലറ്റ് എന്നാണ് പറയുന്നത്. ഫില്ലറ്റ് അടിക്കുക. അപ്പോൾ നമ്മുടെ കോർണറൊക്കെ സെലക്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 4 കൊടുക്കുക. 4 കൊടുക്കുമ്പോഴേക്കും അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ടോ ആ കോർണർ നോക്കി നല്ല ഉരുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ കർവ് നല്ല ഷാർപ്പ് എഡ്ജ് മാറ്റി സോഫ്റ്റായി. അപ്പോൾ ഇത് വേണേൽ നമുക്ക് നേരിട്ട് പ്രിൻറ്റ് ചെയ്യാം. പക്ഷെ നമുക്കിതിനെ കുറച്ച് ഡിസൈനൊക്കെ വരുത്താം. നമ്മളെന്തായാലും ഉണ്ടാക്കുന്നില്ല, കുറച്ച് ഡിസൈൻ എന്നല്ല ഒരു ഭംഗിയാക്കാം കുറച്ച്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഷാർപ്പ് എഡ്ജുകളെല്ലാം സോഫ്റ്റ് ആക്കാം. ഈ ഒരു ഷാർപ്പ് എഡ്ജ്, അതേപോലെ തന്നെ ഈ ഒരു ഷാർപ്പ് എഡ്ജ്, ഇതൊരു ഷാർപ്പ് എഡ്ജ് ഞെക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ വീണ്ടും ഫില്ലറ്റ് കൊടുക്കുക. ജസ്റ്റ് ഒരു എടുക്കണ്ടേ 15 കൊടുത്തോട്ടെ, നമുക്ക് വലിയ ആവശ്യമുള്ളതല്ലോ. 20 കൊടുത്തോട്ടെ, 20 ഇരിക്കട്ടെ. ഓക്കെ 20 കൊടുത്തു. അപ്പോൾ ആ ഒരു കോർണർ ഉണ്ട് നമ്മൾ നല്ല ഉരുണ്ട് വന്നിട്ടുണ്ട്. അയ്യോ, അതിനു മുമ്പ് നമുക്കിവിടെ ഒരു ചാർജറിൻ്റെ പോർട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ഹോൾ ഉണ്ടാക്കാം. ജസ്റ്റ് എടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഈ ഒരു പ്ലെയിനിലാണ് നമുക്ക് ഹോൾ ഉണ്ടാക്കേണ്ടത് അല്ലേ. ഹോൾ എന്ന് പറഞ്ഞല്ലോ നമുക്ക്
ഈ ഒരു പ്ലെയിനിൻ്റെ ഈ ഒരു പോർട്ടിലാണ്, ഈ ഒരു സ്ഥലത്താണ് നമുക്ക് ഹോൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ സെലക്ട് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലം നമ്മുടെ ഫേസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ സ്ലോട്ട് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ഇതാ സ്ലോട്ടിൽ പോവുക, സെൻറ്റർ പോയിൻ്റ് സ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമുക്ക് അത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ നമുക്ക് കണ്ടുപിടിക്കാം. സെൻറ്റർ കണ്ടുപിടിച്ചു, ഓക്കെ ഫൈൻ. ഒരു ലൈൻ വരച്ച ശേഷം ഇതിങ്ങനെ വരച്ച് ഇതുണ്ടോ, നമുക്ക് സ്ലോട്ട് ഓൾറെഡി നമുക്ക് ഒരു ഹോൾ അവർ വരച്ച് തന്നൊരു സ്ലോട്ട്. അപ്പം ജസ്റ്റ് നമ്മൾ ഓൾറെഡി വരച്ചു. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ഹോൾ ഇടണം. ഹോൾ ഇടാൻ വേണ്ടി ജസ്റ്റ് സോളിഡ് ചെല്ലുക, എക്സ്ട്രൂഡ് അടിക്കുക, അതല്ലെങ്കിൽ ഈ അടിച്ചാലും മതി. എക്സ്ട്രൂഡ് അടിക്കുക. അപ്പം നമുക്ക് ഉണ്ട് ഇവിടെ ഒരു വേറെ കാര്യം എന്ന് പറഞ്ഞാൽ താഴോട്ട് വലിച്ചാൽ അത് ലെങ്തി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ അത് ഹോളായി മാറും. കട്ടെന്ന് കട്ടെന്ന് കഴിഞ്ഞാൽ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോളായി കിട്ടി. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു ഹോൾഡർ ഇതാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഓടിച്ചു വിട്ടോട്ട് ഇനി കുറച്ച് കട്ടിങ്ങും പേസ്റ്റിംഗ് ഒക്കെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് വരയ്ക്കുക, പുഷ് ചെയ്യുക, അല്ലെ എക്സ്ട്രൂഡ് ചെയ്യുക, അല്ലെ പുഷ് ചെയ്യുക, അല്ലെങ്കിൽ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടായി അല്ലെങ്കിൽ എക്സ്ട്രാ പ്രൊജക്റ്റ് ചെയ്ത് വരും. നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് മേടിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതപ്പോൾ ഹോൾഡർ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറ്റാൻ വേണ്ടി ജസ്റ്റ് എ അടിക്കുക. അപ്പിയറൻസ് നമ്മൾ എ ആണ്. അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് അപ്പിയറൻസ് എടുത്താലും മതി. ജസ്റ്റ് എ അടിച്ച് കഴിഞ്ഞാൽ തന്നെ അത് അപ്പിയറൻസിൻ്റെ ടൂളാണ്. അപ്പോൾ അപ്പിയറൻസ് വന്ന് നമുക്കിവിടെ ജസ്റ്റ് എന്തെങ്കിലും ഒരു കളർ ഗ്ലോസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോസി കളറുകളൊക്കെ വരും. ജസ്റ്റ് യെല്ലോ ആണെങ്കിൽ യെല്ലോ ഡ്രാഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്ലോസി യെല്ലോയുടെ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3D മോഡൽ ചെയ്തെടുത്ത ഫോൺ ഹോൾഡർ. അപ്പം നമുക്കിതെങ്ങനെ നമുക്ക് ക്യൂറ സോഫ്റ്റ്വെയറിലോട്ട് ഇടാമെന്ന് ജസ്റ്റ് നമുക്ക് കാണാം. അതിനുവേണ്ടി നമുക്ക് STL ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞ പോലെ STL ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി ജസ്റ്റ് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബോഡി എന്ന് പറഞ്ഞ് കാണിച്ച് കഴിഞ്ഞാൽ നമുക്കിത് മൊത്തം സെലക്ട് ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ വരച്ച ഈ ഒരു സിംഗിൾ പീസ് ബോഡി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതേ ബോഡി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സേവ് ആസ് STL എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ബൈനറി കൊടുക്കുക, അതേപോലെ തന്നെ ഇവിടെ ഹൈ കൊടുക്കുക, ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നൊരു വിൻഡോ വരും. നമുക്കിവിടെ എന്താണ് കൊടുക്കേണ്ടത്, ജസ്റ്റ് ഫോൺ ഹോൾഡർ, ആ ഫോൺ ഹോൾഡർ ജസ്റ്റ് കൊടുക്കുക, ഡെസ്ക്ടോപ്പിലോട്ട് സേവ് ചെയ്യുക. നമുക്ക് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ഇതാണ്ട് ഫോൺ ഹോൾഡർ എന്ന് പറഞ്ഞൊരു ഐക്കൺ നമുക്കിവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. ഫോൺ ഹോൾഡർ എന്ന് പറഞ്ഞ ഐക്കൺ ഉണ്ട്. അപ്പം ജസ്റ്റ് നമുക്ക് ഓൾറെഡി ഞാൻ ക്യൂറ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ തുറന്നു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂറ സോഫ്റ്റ്വെയർ തുറന്നു വന്നു. ഇതാണ് നമ്മുടെ ക്യൂറയുടെ ഇൻ്റർഫേസ് ഇത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ നമ്മുടെ 3D പ്രിൻ്ററിൻ്റെ ഒരു ഡൈമെൻഷനാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. Enter 3 എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിൻ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡൈമെൻഷനാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. നമുക്കിവിടെ നോസിൽ സൈസ് നമുക്കിവിടെ ഇഷ്ടമുള്ളത് നമുക്ക് നോസിൽ സൈസ് സെറ്റ് ചെയ്യാം. അപ്പം നമ്മളെ പ്രിൻ്ററിന് ഏതാണോ നോസിൽ സൈസ് ഇപ്പോൾ ഉള്ളത് അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിപ്പം 0.8 mm ആണ് ഇട്ടേക്കുന്നത്. എത്ര ചെറിയ നോസിൽ സൈസ് നമ്മൾ ഇടുന്നോ അത്രയും പെർഫെക്റ്റ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിൻ്റെ എഡ്ജസ് ഒക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും. പക്ഷേ അതിനുകൊണ്ട് സമയം കൂടുതലെടുക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഉപയോഗിക്കുന്നത് 0.8 ആണ്. ഓക്കെ, അതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രിൻ്റർ എവിടെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പുതിയ പ്രിൻ്റർ ആഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഞാനിപ്പോൾ ഉപയോഗിക്കും റിയാലിറ്റി Enter 3 ആയതുകൊണ്ട് ഞാനത് തന്നെ വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഫയൽ, നമ്മുടെ ഡ്രോ ചെയ്ത് വെച്ച ഫയലാണ് ഈ ഫോൺ ഹോൾഡർ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഡെസ്ക്ടോപ്പിൽ. ഇതിനെ നമുക്ക് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, ഡ്രാഗ് ചെയ്തിട്ടപ്പോഴേക്കും ഈ ഒരു ഫോൺ ഹോൾഡർ ഈ ഒരു സർഫസിലോട്ട് വന്നു അല്ലേ. സർഫസിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു വിഷയമുണ്ട് ഇപ്പം. കാരണം നമ്മുടെ 3D പ്രിൻ്റർ FDM 3D പ്രിൻ്റർ താഴെ മുതലേ ഡ്രോ ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഇങ്ങനെ ഡ്രോ ചെയ്ത് വരുമ്പം ഇവിടെ വരുമ്പോൾ നമ്മുടെ സാധനം നിലത്തല്ലേ വീഴുള്ളൂ. കാരണം നമ്മുടെ ഹോൾഡറിന് നമ്മുടെ ഇതിനറിയത്തില്ലല്ലോ ഇത് താഴോട്ടല്ലേ വീഴുള്ളൂ. അപ്പോൾ നമുക്കൊരു സപ്പോർട്ട് വേണം. ഇവിടെ ഉണ്ട് സപ്പോർട്ട് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാക്കാം. അത് ഞാൻ എങ്ങനെ കാണിച്ചു തരാം. പ്രിവ്യൂവിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത് അവർ കാണിച്ചു തരും.
ഇതുണ്ടോ, ഇവിടെ ഒരു സപ്പോർട്ട് വന്നുണ്ട്. ഈ ഒരു സാധനത്തിന് ഇവിടെ ഒരു സപ്പോർട്ടും ഇതൊരു സപ്പോർട്ടും അവർ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സപ്പോർട്ട് വരിക. അപ്പോൾ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല, നമ്മളിത് കടത്തിയിടുകയാണ്. നമുക്കിത് കാരണം വെച്ചാൽ ഇതിങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഉണ്ട്, ഇതിപ്പം മുകളിൽ നിന്ന് താഴെ നോട്ട് തുടങ്ങുവാണെങ്കിൽ ഇതിപ്പോൾ 126 ലെയർ മുകളിലോട്ടുണ്ട്. അപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്ത് വരുവാണെങ്കിൽ ഉണ്ടോ. ഞാനിപ്പോൾ സപ്പോർട്ട് ഇല്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം സപ്പോർട്ട് ഞാൻ ഓഫ് ആക്കി ഇടുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം. ഓക്കെ, കുറച്ച് സമയം എടുക്കുക, സ്ലൈസ് ചെയ്യുന്ന സമയമാണ്. അതേപോലെ തന്നെ പ്രിവ്യൂവിനുള്ള സമയം ഇവിടെ പ്രോസസ്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുണ്ടോ, നമുക്കിപ്പം ലെയർ ചെയ്യുവാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അവിടുന്ന് ഡ്രോ ചെയ്ത് ഇങ്ങനെ വന്ന് വരച്ച് വന്നു കഴിയുമ്പോൾ ഇതുണ്ടോ, ഇവിടെ ഈ ഒരു പോർഷൻ നമ്മുടെ അന്തരീക്ഷത്തിലാണ് പ്രിൻറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ, ഇത് നിലത്ത് മുട്ടുന്ന പോലും ഇല്ല. കണ്ടോ, ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഓഫ് കോഴ്സ് താഴെ വീഴും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ആകും. ആ സപ്പോർട്ട് നമുക്ക് കളയേണ്ടി വരും, അത് വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് പ്രിൻറ്റ് ചെയ്യാൻ ഇത് കടത്തി വെച്ചാൽ മതി. അത് നമ്മൾ യുക്തിക്കനുസരിച്ച് ചെയ്യേണ്ടതാണ്. നമ്മുടെ പ്രിൻറ്റിൻ്റെ ഓരോ ഇതുപോലെ നമുക്ക് പ്രിപ്പയറിൽ പോവുക. അതിനുശേഷം ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടോ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ടൂളുണ്ട്. അപ്പോൾ റൊട്ടേറ്റ് ഉപയോഗിച്ച് ഇവനെ ഒന്ന് കടത്തിയിടുക. അപ്പോൾ ഇതിങ്ങനെ വെച്ച് നമുക്ക് കറക്കി കഴിഞ്ഞാൽ സോറി അല്ലെങ്കിൽ അല്ല, നമുക്ക് കറക്കണ്ട ആംഗിൾ മാറിപ്പോയി. അപ്പം നമുക്ക് കറക്കേണ്ടത് നേരെ ഇങ്ങനെയാണ്. അപ്പം നമ്മളിതിങ്ങനെ 90 കണക്ക് കഴിഞ്ഞാൽ കണ്ടോ. ഇപ്പം നമുക്കൊരു സപ്പോർട്ട് വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം. ഫൈൻ. നമ്മുടെ ഹോൾഡർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനൊരു ഹോൾഡറാണ്. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വലിയ സപ്പോർട്ട് ആവശ്യമില്ല, ഈ ഒരു ഹോളിനൊക്കെ സപ്പോർട്ട് മതി. അപ്പോൾ ഇവിടെ കണ്ടോ സേവ് ഫയൽ എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഈ ഹോൾഡർ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം 4 മണിക്കൂർ സമയം എടുക്കുന്നുണ്ട്. ഈ ഒരു എമൗണ്ട് കറക്റ്റല്ല, അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. അതേപോലെ തന്നെ 81 ഗ്രാം ഫിലമെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയേണ്ടത് ഇൻഫില്ലിനെ കുറിച്ച്. ഇവിടെ കുറഞ്ഞാൽ ഇൻഫിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഉൾവശം നിറയ്ക്കുന്ന കാര്യമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഇടാം. എന്നിരുന്നാൽ പോലും ഞാനിപ്പം കാണിച്ചു തരാം. പ്രിവ്യൂ പോയി കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ടോ, പ്രിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉൾവശം നിറയ്ക്കുന്നില്ല. ഇവർ പൂർണ്ണമായിട്ട് ഉൾവശം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണാം. ഉൾവശം പൂർണ്ണമായിട്ട് നിറയ്ക്കുന്നില്ല. അതാണ് ഇൻഫിൽ എന്ന് പറയുന്നത്. എന്തോ ഒരു ഉൾവശം നിറയ്ക്കുന്നത്. ഞാനിപ്പോൾ ഇത് 20% 100% കൊടുത്താൽ ഫുൾ ഉൾവശം വരും നിറയ്ക്കും. കൂടുതൽ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ 4 മണിക്കൂർ എന്നുള്ള സമയം ഇപ്പം 6 മണിക്കൂറായിട്ടുണ്ട്. അപ്പം ഉൾവശം ഫുള്ളായിട്ട് നമ്മൾ നിറഞ്ഞിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്ക് 100 ഇട്ടാണെങ്കിൽ 100 നമുക്ക് 6 മണിക്കൂർ കറണ്ട് പോകാണ്ട് കിട്ടുകയാണെങ്കിൽ KSEB നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ജസ്റ്റ് പ്രിപ്പയറിൽ പോവുക. അപ്പം ജസ്റ്റ് നമുക്ക് നമ്മുടെ PC സേവ് ചെയ്യാം. നമ്മൾ സേവ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചു എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, ഡെസ്ക്ടോപ്പിലും ഒക്കെ എല്ലാം കൊടുത്തു. അപ്പം G-കോഡ് ഫോർമാറ്റിലോട്ട് സേവ് കൊടുത്തു. ഓക്കെ, അപ്പം ഫയൽ സേവ് ഉണ്ട്. അപ്പം നമ്മുടെ ഫയൽ സേവ് ആയിട്ടുണ്ട്. ഈ ഒരു മോഡൽ 3D പ്രിൻറ്റ് ചെയ്യാൻ പറ്റിയിട്ട് നമ്മുടെ റിയാലിറ്റി എൻ്റർ 3 പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 6 മണിക്കൂറും 18 മിനിറ്റും ഏകദേശം കൃത്യസമയമല്ല, പക്ഷേ 114 ഗ്രാം ഫിലമെൻറ്റ് നമുക്കിതിന് ചിലവാകും. ഓക്കെ, അത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം ജസ്റ്റ് നമുക്കിത് ക്ലോസ് ചെയ്യാം. നമുക്കിത് ആവശ്യമില്ല, ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് G-കോഡ് ഫയൽ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് G-കോഡ് ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് ആവശ്യമൊന്നുമില്ല. G-കോഡ് ഫയൽ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഇതുണ്ടോ, ഈ എല്ലാം ഇങ്ങനെ ഈ ഒരു XYZ എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന ഒരു കോഡാണ് ഇത് മൊത്തം. ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കുറേ വീഡിയോകളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഫയൽ നമ്മുടെ ഇനിയാണ് നമ്മൾ 3D പ്രിൻ്ററിലോട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ പാർട്ട് കഴിഞ്ഞു. ഇത് നേരെ ഹാർഡ്വെയറിലോട്ട് അല്ലെങ്കിൽ 3D പ്രിൻ്ററിലോട്ട് എങ്ങനെ ഇടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടതിന് സന്തോഷം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മോഡലിംഗ് കഴിഞ്ഞു. അപ്പോൾ ആ ഫയൽ നമുക്കിനി 3D പ്രിൻ്ററിലോട്ട് ചെയ്യണം. അത് അടുത്ത പാർട്ടിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ലെങ്ത് വീഡിയോ ആയിരിക്കും വേണ്ടി അടുത്ത പാർട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കണ്ടിരുന്നതിന് നന്ദി. അപ്പോൾ അതേപോലെ തന്നെ ചാനൽ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോ കാണാം. ബൈ.